വരുവാനില്ലാരും ഇങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും. ഹലോ ചേച്ചി, ആ വീട്ടിലുണ്ടോ? അയ്യോ ഞാൻ വീട്ടിലുണ്ട്. ഭയങ്കര മഴ ഇവിടെ. അയ്യോ രാജേഷേ, എടാ ഇവിടെ ഭയങ്കര മഴയാടാ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ പണിയൊന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ വീട്ടിലിരിക്കുവാണ്. ആണല്ലേടാ ചേച്ചി, ഓ ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുതേ. എന്തുവാടാ മക്കളെ? നല്ല മഴയാ, ആ എനിക്കൊരു ഉമ്മ തരാവോ? നിന്റെ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഞാൻ പറയുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, നല്ല മഴ. എന്നാ പിന്നെ ഉമ്മ വേണ്ട, ഒരു പ്ലെയിൻ കിസ് മതി. എന്റെ കൈ തളർത്തിയിട്ട് ഞാൻ ഒരു ഒറ്റ അടി തരുവാണെന്നുണ്ടെങ്കിൽ നിന്റെ ചെവിക്കാത്തിരിക്കുന്ന വണ്ട് പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞേക്കാം, അവൻ ആവശ്യമില്ലാത്ത പ്ലെയിൻ കിസ് ചോദിച്ചോട്ട് വന്നേക്കുന്നത്. എന്നാ ക്ഷമിക്കണേ, ഞാൻ ആ മാലിനി ചേച്ചിനെ വിളിക്കാം. വിളിക്കടാ, നിന്നെ ഞാൻ ജയിലിൽ കെട്ടിട്ടാ. അയ്യോ ജയിലിൽ കെട്ടണ്ട, ജയിലിൽ കെട്ടിക്കഴിഞ്ഞ് ഇപ്പൊ അവര് ശമ്പളം കിട്ടും. കേരണ്ട അവരങ്ങനെ. എന്തോ പറയാനാന്ന് പറ. സംഭവം സത്യമാണ്. എനിക്ക് കാരണവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തിരി സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് പുറത്താരോടും പറഞ്ഞു തീർക്കാറില്ല. കാരണം എന്താ? അതെന്റെ മര്യാദ. അങ്ങനത്തെ ഒരു പെണ്ണാണ് ഞാൻ. എന്നിട്ട് ഓരോരുത്തരും വിളിച്ചിട്ട് എൻ്റെ അടുക്ക് ഉമ്മേണ്ടാന്ന് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്കൊരു തുണ എന്തെങ്കിലും ദൈവം കൊണ്ട് തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആരും ഇല്ലേ ഇവിടെ? യോ ദൈവം ഇത്രക്ക് ഫാസ്റ്റാ, പറഞ്ഞോടനെ കേട്ടാ. ആരാത്? അല്ല, ഈ മഹേഷിന്റെ വീട്? മഹേഷ് 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 3 വേരിയേഷനിൽ പറഞ്ഞ വീട് അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് പറഞ്ഞൂടെ, ഏതാ വീടെന്നൊന്ന് പറയാവോ? ഞാൻ ഈ മഹേഷിന്റെ, അയ്യോ ഇത് മഹേഷിന്റെ വീടല്ല. അല്ല, നമ്മുടെ പ്യൂൺ മഹേഷാണ്. അതെ അതെ. പ്യൂൺ മഹേഷിന്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് പുറകിൽ റബ്ബർ തോട്ടം ഉണ്ട്. ഈ റബ്ബർ തോട്ടത്തിന്റെ അവിടുന്ന് താഴത്തോട്ട് നടന്നു പോകാൻ നേരത്ത് എല്ലാരും കൂടെ പിടിച്ചു വെച്ച് കെട്ടിച്ച നമ്മുടെ രതീഷിന്റെ വീടുണ്ട്. ആ പെണ്ണിന്റെ വീടിന്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിയാൻ നേരത്ത് നാട്ടുകാരെല്ലാം കൂടെ മരത്തെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ച നമ്മുടെ പിന്നെ ഉമ്മറുണ്ട്. ഉമ്മറിന്റെ വീടിന്റെ അല്ലല്ല, ഞാൻ സത്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിൽ നേരെ ചൊവ്വ കെട്ടിയ ആരും ഇല്ലേ? ഉണ്ട്. അപ്പൊ അതിലാരെങ്കിലും ഈ മഹേഷിന്റെ വീട് അവിടെ അറിയത്തില്ലയോ? ആ ആളാണ് ഈ മഹേഷ്. മഹേഷ് ഓക്കെ, അപ്പൊ മഹേഷിനൊന്നും അല്ല. എന്താ മഹേഷിന് എന്ത് പറ്റി? മഹേഷിന് അല്ല, മഹേഷിന്റെ മകനൊരു പുസ്തകം കൊടുക്കാണ്ട്. ഞാൻ മാഷ, അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ്. അക്ഷര ട്യൂഷൻ സെന്ററിലെ മാഷ? അയ്യോ എന്റെ ദൈവമേ, മാഷായിരുന്നോ? അതെ അതെ. അയ്യോ സത്യം. അല്ലല്ലോ മാഷ്, ഒരു കാര്യം പറയുന്നുണ്ടെന്ന് തോന്നരുതേ. എന്തേ? പുറത്തൊക്കെ നല്ല മഴയല്ലേ മാഷ്? മഴ ഭയങ്കര മഴയല്ലേ? ഇപ്പൊ നല്ല ന്യൂസിനകത്തൂടെ പറഞ്ഞതേ ഉള്ളു. എന്താ? നല്ല മഴയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കരുത്, നല്ല ഇടിയും മിന്നലും കൊള്ളിയാനൊക്കെ ഉള്ളതാണെന്ന്. അത് മാത്രമല്ല, ബുക്കും കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരെ അത് അടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. മീൻ പിടുത്തക്കാരൻ അങ്ങനെ ശ്രദ്ധിക്കാന്ന് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? നല്ല ബുക്കും കൊണ്ട് അങ്ങനെ പറയുന്നില്ല. അത് ഇന്നലത്തെ ന്യൂസിലായിരുന്നു. ഇന്നത്തെ ന്യൂസിൽ ബുക്കും കൊണ്ട് ഇറങ്ങുന്നവരെ പിടിക്കുന്നതാണ് പറഞ്ഞത്. പോരുത്, മിന്നലേക്കൊന്നും പറഞ്ഞു. കണ്ടാ ഞാൻ പറഞ്ഞ മിന്നലേക്കൊന്ന് ഞാൻ പറഞ്ഞ ഇതാണ് പറഞ്ഞത്. മാഷ മഴ കുറയട്ടെ മാഷ. നല്ല മഴ, അല്ല മഴ കുറയട്ടെ മാഷ്. ഇവിടെ ഇരിക്കും മാഷേ, ഇരിക്കും. അയ്യോ ഇരിക്കുന്നത്. അയ്യോ സത്യം പറഞ്ഞ ഈ ട്യൂട്ടർ കോളേജിന്റെ പേരെന്തോന്ന് പറഞ്ഞു? അക്ഷര. മാഷ് അവിടെ എന്താ വിഷയം? അവിടെ ഞാൻ ഈ ഒരു ബിസ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ ഒരു മുട്ട ഓംപ്ലേറ്റ് എടുത്തതിന്റെ ഒരു വിഷയം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ലൗലിക്ക ഒരു ദിവസം ഞാൻ നമ്മുടെ ലൗലിയിൽ തന്നെ ഞാൻ എടുത്ത ഒരു, അത് എനിക്ക് ഇഷ്ടമാണ് ഈ ലൗലിക്ക. മാഷ് അവിടെ നിന്ന് ഓരോന്ന് മോട്ടിച്ചതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മാഷ് അവിടെ എന്ത് വിഷയം പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ മലയാളം. എന്റെ പൊന്നു മാഷെ, സത്യസന്ധമായിട്ട് പറയാലോ, ഞാൻ സത്യം പറഞ്ഞ ഈ ട്യൂട്ടോറിയൽ കോളേജിന്റെ വാതിക്കലൂടെ പോകാറുണ്ട്. അപ്പൊ മറ്റേ ഇത്രയുള്ള ഇത് ഷെഡ് കെട്ടി വെച്ചിരിക്കുമല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കവിതയും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈ അപ്പൊ മാഷാണല്ലേ അത് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ ചൊല്ലും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചൊല്ലും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മാഷ് എനിക്ക് വേണ്ടിട്ടൊരു കവിത ചൊല്ലാവോ? പേരെങ്ങനെ? കുന്നുമ്മേൽ ശാന്ത. എന്ത് പറ്റി മാഷെ? മഹേഷിനൊന്ന് കണ്ടു വരാം. അല്ലല്ലോ മാഷ് ഇടിവിട്ടോന്ന്. എന്റെ മാഷ് എന്തിനാ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല? വേറൊന്നും അല്ല, ഞാനേ അത്യാവശ്യമായിട്ട് മഹേഷിന്റെ വീട്ടിൽ പോണ. മാഷെ, ഒരു സ്ത്രീക്കും പുരുഷനും ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അല്ല, എന്നെ എല്ലാവർക്കും അറിയാം, ഭരതൻ മാഷ് എന്ന് പറഞ്ഞാ. എന്റെ മാഷിനിപ്പോ എന്താണ് ചിന്ത? നമ്മൾ രണ്ടും കൂടെ ഇവിടെ സംസാരിക്കാൻ നേരത്തെ അപ്പുറത്തെ വീട്ടിലെ ഗിരിജേച്ചി എന്തെങ്കിലും സംശയിക്കുമെന്നാണ്? മാഷ് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ വിളിച്ചു കയറ്റിയതാണെന്ന് പറഞ്ഞോളാം. മാഷ്
മാഷിന്റെ ടെൻഷൻ ഇല്ല. അയ്യോ അല്ലല്ല അല്ല ഇല്ല, എന്റെ മാഷ് ഇങ്ങി വന്നേ. മാഷ് ഇവിടെ ഇരിക്കുന്നു. ഇടി വെട്ടു എന്ന് പറഞ്ഞില്ലേ മാഷ്? മിന്നലടിച്ചു കഴിഞ്ഞാൽ ഈ തലയിലെ മുടി പോലും കാണത്തില്ല. അല്ല എനിക്ക് പോയിട്ടേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത്. മാഷ് ഇരിക്കും മാഷ് ഇവിടെ. പറഞ്ഞോളൂ. പക്ഷെ ആ കവിത എനിക്കൊന്ന് ചൊല്ലിത്താ മാഷ്. എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? ഏതാ? മറ്റേ മാമ്പഴം. അല്ല എനിക്കൊന്നും സമയമില്ല. അല്ല എനിക്ക് ഒന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടല്ലേ മാഷേ. ഒന്ന് ചൊല്ലിത്തായിരിക്കും അത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിൻ ചുടു കണ്ണീറുതിർന്നു. 4 മാസത്തിൻ മുൻപിലെന്നിനെ കൊതിച്ചിട്ടി ബാലമാം ബന്ധം പൂവി തുണ്ണികൾ വിരിയവേ. തുണ്ണികൾ വിരിയവേ. അതെന്താ തുണ്ണികൾ? തുണ്ണികൾ അങ്ങനെ അങ്ങനെ മാമ്പഴത്തിലെ തുണ്ണികൾ. മാമ്പഴത്തിൽ മാങ്ങാണ്ടിയുള്ളു, തുണ്ണികളൊന്നും ഇല്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് പോണ്ടേ കുറച്ച് കാര്യങ്ങളില്ല. മാഷ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മാഷിനെ അറിയാമോ? ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്ത് പറ്റി? മാഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. 2 പ്രാവശ്യം. പിന്നെ 2 പേരെ കിട്ടി. പിന്നെ സെയിം പിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് ഇത് ചോദിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ അത് അങ്ങ് ബ്ലോക്ക് ചെയ്ത്. അല്ല മാഷെ, എന്റെ ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിലേ, ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് നമ്മുടെ രാജു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ്. ഈ രാജു ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ഉറക്കമാണ്. നമുക്കിത് പറ്റത്തില്ലല്ലോ. ഈ എപ്പോഴും കിടന്നുറങ്ങി കഴിഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ അങ്ങ് ഉപേക്ഷിച്ചു. രണ്ടാമത് ഞാനത് ചെല്ലപ്പം പിള്ള എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉറങ്ങത്തില്ല, എപ്പോഴും ഉണർന്നിരിക്കും. പക്ഷെ പുള്ളിക്കൊന്നും അറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നല്ലേ, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. അല്ല ഞാനത് ഓരോരുത്തർക്കും ജീവിത സാഹചര്യത്തിൽ അങ്ങനെയല്ലേ. അല്ല ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ? ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അതെ. മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു. ഭരതം മാഷ് എന്റെ വീട് കണ്ടുപിടിച്ചു. നിങ്ങൾ എന്താ ഈ പറഞ്ഞേ? മാർക്കോണി ബൾബ് കണ്ടുപിടിച്ചു? ഞാൻ അതാണോ പഠിപ്പിക്കുന്നത്? മാർക്കോണി ബൾബാണോ കണ്ടുപിടിക്കുന്നത്? മാർക്കോണി കണ്ടുപിടിച്ചത് എന്താ? റേഡിയോ ആണ് മാർക്കോണി കണ്ടുപിടിച്ചത്. ഞാനത് പറയരുത്. നിങ്ങൾ ഈ പറയണ വർത്താനം കേട്ടോ തോന്നുന്നു ഇവിടുന്നാണ് എല്ലാം കൂടെ അവർ കണ്ടുപിടിച്ചോണ്ട് പോയത്. ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു. അത് എന്തോ വർത്താനമാണെന്ന് പറയുന്നത്. മാർക്കോണി ബൾബോ? അടുക്കളയിലെന്തോ തകർന്നു വീണ്. അയ്യോ എന്തോ സംഭവം മാഷേ? താണ്ടെ ഈ അടുക്കളക്കകത്ത് ആരാണ്ട് ഓട് പൊളിച്ച് താഴത്ത് വന്ന് വീട് കിടക്കുന്നത്. ആരടാ വാതിൽ ഉറക്കുന്ന വീടിന്റെ മോളിൽ കയറി ഓട് പൊളിച്ചിറങ്ങിയത്? എടാ നീ കള്ളനാണ്. നീ കള്ളനാണ്. നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കള്ളനാണ്. അയ്യോ ഞാൻ കള്ളനല്ലെന്ന്. പിന്നെ ഞാൻ ഇവിടെ പാരച്ചൂട്ട് വഴി കാരണം എന്നെ പാരച്ചൂട്ട് വഴി. മാഷ ഇത് കണ്ട മാഷ വീട്ടിനകത്ത് താണ്ടെ ഓട് പൊളിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്റെ ഓടിന്റെ കാശ് തരാൻ ഞാൻ ഇവിടുത്തെ വിടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ആരും മനസ്സിലായില്ല. മാഷ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം മേടിക്കാനാ ഓട് പൊളിച്ചിറങ്ങിയത്? അയ്യോ മാഷ എന്നെ മനസ്സിലായില്ല. മാഷിനെ കളക്കിയ ഒരു കോളേജ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഭരതം മാഷ്. പേര്? സുമേഷ്. എവിടെ ആയിരുന്നു ചെറുക്കാ നീ? മനസ്സിലായില്ല അവന്. ഇംഗ്ലീഷ് എത്ര ആയിരിക്കണം മുഴുവൻ കേട്ടാലും കണ്ടെന്ന് തെളിയിക്കുന്ന ചെക്കനാവൻ, മിടുക്കൻ ചെറുക്കനാവൻ. ഇപ്പൊ എന്താണ് പരിപാടി? സാറൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. സാറിന് എന്താ തോന്നുന്നത്? ഇതെന്തോന്ന്? ഇല്ല കൊച്ചു പിള്ളേര് പാമ്പേഴ്സ് കെട്ടിയിട്ട് പെടുത്ത് നിറച്ചോണ്ട് നടക്കൂല, അതുപോലെ തോന്നുന്നു. അല്ലാതെ പിന്നെ എന്താ തോന്നുന്നു എനിക്ക്? അയ്യോ സാറേ അതല്ല. പിന്നെ ഞാൻ ഇതുവഴി പാരച്ചൂട്ട് വഴി കടന്നു പോവുകയായിരുന്നു. അപ്പൊ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് പൊട്ടി ഞാൻ ഇവിടെ അവരെ അടുക്കളയിൽ വീണ്. അപ്പൊ ഓക്കെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കും. അല്ല സാർ എങ്ങോട്ട് പോണു? അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മഹേഷ്, ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് സാർ എങ്ങോട്ട് പോണു? മാഷെ എന്തായാലും ആ ശിഷ്യൻ ഇങ്ങോട്ട് വന്നില്ലേ മാഷെ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എത്ര പൊക്കത്തി പറന്നു പോയാലും പട്ടം പോലെ പറന്നു പോയാലും എന്റെ വിദ്യാർത്ഥികൾ നേരെ എന്റെ താഴെ വരും. പിന്നെ ചരട് എന്റെ കയ്യിലായിരിക്കും, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ മാഷ് അപ്പൊ ഇത് ഞാൻ പോയിട്ട് വരാം. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ മാഷ്? അല്ല എന്താ സംഭവം? ടീച്ചറമ്മ മാഷിന്റെ ഭാര്യ കണ്ടുപിടിച്ച. അനുഗ്രഹം വായിക്ക് പോലെ അനുഗ്രഹം വായിക്കും. നന്നായി വാ കേട്ടോ, നന്നായി വാ. അപ്പൊ ഞാൻ എന്നാ അങ്ങോട്ട്. അല്ല ഇത് ആരാന്ന് പറഞ്ഞത്? അല്ല മാഷാണല്ലേ? മഹേഷിനെ വിട്ടിട്ട് ഞാൻ പോട്ടെ. അല്ല എനിക്ക് പഠിച്ച ഒരു കാര്യം ചെയ്യട്ടെ. ഞാന് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചൂടായിട്ട് അടുപ്പല്ലേ ഇരിപ്പോട്ടെ, അതിന്റെ മേളിൽ കയറി ഇരിക്കുന്ന എന്തെങ്കിലും മതി. കുടിക്കാൻ എന്തെങ്കിലും മതി. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും കേട്ടോ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അല്ല ഞാൻ പറഞ്ഞു വന്ന സുമേഷേ, ഇതെങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇതുവഴി പാരച്ചൂട്ട് പറന്നു പോയപ്പോഴത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് പൊട്ടി ഇടിഞ്ഞു താഴെ. ഞാൻ പറയുന്ന കാര്യം സുമേഷ് വേറെ ആരും പറയല്ലേ? ആടുത്ത് പറയില്ല. ഉറപ്പ് തന്നെ? ഉറപ്പാണ്. മാഷേ കുടിക്ക് നല്ലോണം കുടിക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അല്ലല്ല മാഷ് ഇവിടെ നിൽക്കുന്നു. അയ്യോ ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. ഭരതം മാഷ്, ഇപ്പൊ വന്നിരിക്കുന്ന സ്റ്റുഡന്റ്, ഞാന്,
എനിക്ക് വയ്യ. മാഷെ നമ്മള് ചന്ദ്രലാലല്ലേ മാഷെ? ചന്ദ്രലാൽ ഒരു അബദ്ധം പറ്റി മാഷെ. എന്തു പറ്റി? ചന്ദ്രലാൽ ജോലി കിട്ടിയ ദിവസം ഇവൻ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന സമയത്തെ ഒരു പട്ടിയിട്ട് ഓടിച്ച് നേരെ മറ്റേ ഭർത്താവ് ഉപേക്ഷിച്ച ഗീതയില്ലേ അവരെ വീട്ടിൽ ചെന്ന് പാത്തിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് അവന്റെ തല കെട്ടി വെച്ചു കൊടുത്തു. ഇതേ ഈ ഓട് പൊട്ടിച്ചിറങ്ങുന്നതിന് മുമ്പ് കുറെ നേരമായി അതിന്റെ മോളിൽ കയറി ഇരിക്കുന്ന. ഇല്ല, ഇപ്പൊ അത് വീണേ ഉള്ളൂ. എന്റെ സുമേഷ്, ഞാൻ പറയുന്ന സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാക്കണം. അതായത് വെളിയിൽ ആർത്തും പറയത്തില്ലല്ലോ. പറയില്ല മാഷേ. ഇതിപ്പോ എന്തോ കഴിക്കാൻ കൊടുക്കണമെന്ന് അറിയത്തില്ലല്ലോ ഈ ചെറുക്കര്. ഇതിപ്പോ എന്തോ കഴിക്കാൻ കൊടുക്കും നമ്മള്. എന്തോ കഴിക്കാൻ വേണ്ട മോന്? അല്ല, എന്താ ഇവിടെ കഴിക്കാനുള്ള ഇറച്ചി വേണം അല്ലേ? ഇറച്ചി വേണം. എന്നാ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് വരാട്ടോ. അതെന്തായാലും ഇപ്പൊ ഒരു ടോ നീ അധികം പിടിക്കാൻ നിൽക്കുന്നതിന് അവരത് കാര്യം പറഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക. ആ ടോയ് കയറി പിടിക്കേണ്ട കാര്യം തോന്നുന്നു. അതിനൊന്നും വിഷയം അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടാ. എന്താ അങ്ങനെ? കുഴപ്പമില്ല മാഷേ. അയ്യോ, ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ റെഡിയാക്കാം. എന്നാലും എന്റെ ദൈവം, ഈ ചെറുക്കൻ ഇങ്ങോട്ട് വന്നതാണല്ലോ. ഞാൻ നല്ലൊരു ചെറുക്കനല്ലേ, എന്തോ പറയാനാ മാഷേ. മാഷെ പിന്നെ മാഷിനെ കണ്ട സന്തോഷത്തില് ഞാൻ ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുക്കട്ടെ. ആ പണ്ടോ സെൽഫിയുടെ ആളായിരുന്നു. എന്റെ പൊന്നെ, എപ്പോഴും നോക്കിയാലും സെൽഫി എടുപ്പായിരുന്നു. മാഷ് ടീച്ചറമ്മ മാഷ് എല്ലാരും വേണം. അയ്യോ മാഷില്ല. മാഷില്ല ഇതിനകത്ത്. നിങ്ങളെടുത്തോ? എല്ലാം ഞാൻ കാണിക്കണം മാഷെ. അയ്യോ ഇതെന്താ? സിലോപ്പിയ. ചേട്ടാ ഇതാരടാ എന്റെ വീട്ടിൽ പുതിയൊരുത്തൻ? ഈ വരുന്നവന് പോണല്ലേ എന്റെ വീട്ടിലോട്ട് കയറി വരുവാണ്. ഇത് മാഷല്ലേ? ഇന്നിത് മൊബൈൽ കംപ്ലൈന്റ്. സുമേഷ്, മൊബൈൽ നല്ലൊരു മൊബൈൽ മേടിക്കണ്ടേ? വേറെ മൊബൈലിലല്ലേ? അപ്പൊ ഇത് മതി, ഫോട്ടോ ഇത് മതി. പുറത്തെന്തോ ഒരു ബഹളം. പുറത്തെന്തോ ഒരു ബഹളം. അത് വേറൊന്നുമല്ല, പേടിക്കണം മാഷേ. ഞാൻ ഈ പാരച്ചൂട്ട് കൂടി വരുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ റഡാറുണ്ട്. അപ്പൊ ഞാൻ എവിടെ വീണാലും എന്നെ രക്ഷിക്കാൻ ഫയർഫോഴ്സും ആൾക്കാരും എല്ലാം വരും. ചാനലുകാർ വരും, പത്രക്കാർ വരും, എല്ലാരും വരും. ഇപ്പൊ എന്റെ സന്തോഷം എന്തെന്ന് അറിയാം, എന്റെ മാഷിന്റെ അടുത്താണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, എന്റെ മാഷാണ് എന്നെ കാത്തത്, എന്റെ ടീച്ചറമ്മ എന്നെ എല്ലാം നോക്കിയെന്ന് ഞാൻ പറയും. അപ്പൊ നമുക്ക് അവരോട് ചെന്ന് പത്രത്തിൽ ഫോട്ടോയും കാണിച്ച് ടിവിയിലും പടവും എടുത്തിട്ട് വരാം. ഫോട്ടോയും ടിവിയിലും പടവും? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒരു വെയിറ്റ് ആണ്. അല്ല വേണ്ട, ഇത് ഈ ഡ്രസ് എല്ലാം കൂടെ എനിക്കിതാ. ഞാനാണ് ഇവിടെ പൊട്ടി വീണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നോ? അതെന്തൊരു പരിപാടി മാഷേ. ഞാനല്ലേ എത്രയും കഷ്ടപ്പെട്ട് ടി വി കാണിക്കേണ്ട കാര്യം എന്തുവാ? ടി വി കാണിക്കേണ്ട കാര്യം ടി വി കാണിച്ചല്ലേ പറ്റുള്ളൂ. എത്രയും കഷ്ടപ്പെട്ട് പറന്നു വന്നതല്ലേ, അപ്പൊ അവർ ടി വിയിൽ എടുക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളെല്ലാം കൂടെ അവർക്ക് കൂടെ അവര് പൊട്ടി വീണേന്ന് പറയാം. അതെങ്ങനെ ചെയ്ത് സഹായിക്കും. അതങ്ങനെ സഹായിക്കുന്ന ടീച്ചറമ്മ അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു നിമിഷം എന്ന് പറഞ്ഞ എടാ, ഇത് ശാന്ത എന്ന് പറയുന്ന ഒരാളെ വീടാണ്. എനിക്ക് അറിഞ്ഞൂടെ, ഇത് എന്റെ ഭാര്യയല്ല. നീ എന്തിനാ എന്റെ ഭാര്യയാക്കേണ്ട കാര്യം തോന്നുന്നു? മാഷേ, മാഷ് ഇത്തരക്കാരനാണ് ഞാൻ അറിഞ്ഞില്ല. എന്തോ ഇത്തരക്കാരൻ? പല കള്ളത്തരം പലരും പറഞ്ഞു. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു റെഫറൻസ് ഉണ്ട്, ഒരു ബുക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മാഷ് നേരത്തെ എന്തോ പറഞ്ഞെടുത്ത് എന്റെ വിദ്യാർത്ഥികളെല്ലാം പട്ടം പോലെ പറക്കുന്നവരാണ്, അവരുടെ ചരട് എന്റെ കയ്യിലുണ്ടെന്ന്. ആ ചരടുണ്ടാ? ഉണ്ട്. എന്നാ ആ ചരടിൽ ഒരു താലി എടുത്തവരെ കഴുത്തി കെട്ട്. ഇല്ലെങ്കിലേ നാളത്തെ സെൻസേഷൻ ന്യൂസിലെ ഭരതം മിത്ത് ശാന്തമ്മേന്നായിരിക്കും. ഭരതം മാഷ്, ശാന്ത, കല്യാണം.